കോൺഗ്രസ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ വിപുലമായ ധർണകളും പ്രതിഷേധ പരിപാടികളും കേരളമെമ്പാടും ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കോൺഗ്രസ് മാത്രമല്ല, CPM-ന്റെ ഏരിയ കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയും പോലും ഈ സർക്കാരിനെതിരെയുള്ള സമരമുഖത്തേക്ക് കടന്നു വരാൻ തയ്യാറായി നിൽക്കുകയാണ്. പക്ഷേ ഭരിക്കുന്ന സർക്കാരിന്റെയും പാർട്ടിയുടെയും മുഖം സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഇന്ന് CPM-കാർ പോലും സമരത്തിനിറങ്ങാതെ മാറി നിൽക്കുന്നത്. കേരളത്തിലെ ഓരോ പഞ്ചായത്തിൽ ചെന്നും തങ്ങളെ തെരഞ്ഞെടുത്തയച്ച ജനങ്ങളോട് കാലുപിടിച്ച് മാപ്പ് പറയേണ്ട ഗതിവിശേഷത്തിലാണ് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിയും എത്തി നിൽക്കുന്നത്. ഞങ്ങളുടെ ഈ പ്രതിഷേധ പരിപാടി ഇവിടെ ഇരിക്കുന്ന കോൺഗ്രസുകാരെക്കാൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതും കേൾക്കുന്നതും ഇവിടുത്തെ സാധാരണക്കാരായ ഇടതുപക്ഷക്കാരാണ്, CPM-കാരാണ് എന്നുള്ള ഉത്തമമായ ബോധ്യം ഞങ്ങൾക്കുണ്ട്. കാരണം നിങ്ങളാണ് ഈ സർക്കാരിനെ അധികാരത്തിലെത്തിച്ചത്. നിങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് രണ്ടാമതൊരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ചെയ്തത് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരാണ്. അവരെ മുഴുവൻ വഞ്ചിക്കുന്ന നിലപാട് ഇന്ന് കേരളത്തിലെ CPM-ഉം പിണറായി വിജയനും സ്വീകരിച്ചു വരികയാണ്. നിങ്ങൾ ആലോചിക്കണം, ഇന്ന് കേരളത്തിലെ സ്ഥിതിവിശേഷം എവിടെ എത്തി നിൽക്കുന്നു? ഒരു ഭരണപക്ഷ MLA തനിക്ക് കേരളത്തിൽ ജീവിക്കണമെങ്കിൽ ഒരു തോക്ക് കിട്ടണമെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇന്ന് കേരളത്തിന്റെ സുരക്ഷാ സംവിധാനം മാറിയിരിക്കുകയാണ്. താനൂർ ഉൾപ്പെടെയുള്ള, തവനൂർ ഉൾപ്പെടെയുള്ള, നിലമ്പൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കോൺഗ്രസ്